ബികോം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് FSA എനിക്ക് കോൾ വരുന്നത്. ഏത് ടൈമാണോ നമുക്ക് പറ്റുന്നതിന് അനുസരിച്ച് നമുക്ക് ക്ലാസ് തിരഞ്ഞെടുക്കാം. ഇപ്പൊ 7:30 ബാച്ച് ആണ് ഞാൻ. അപ്പം ഇതിൽ ഒരുപാട് പിള്ളേര് പാർട്ട് ടൈം ജോബ് പോകുന്നുണ്ട്. അപ്പൊ പാർട്ട് ടൈം ജോബും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവര് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഏത് ബാച്ചും നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. എന്റെ വീട് വൈക്കത്താണ്. എനിക്കിപ്പോൾ അവിടെ നിന്ന് വരണമെങ്കിൽ തന്നെ എനിക്ക് ബസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ബസ് വന്ന് ഇറങ്ങിയാലും ഈ FSAയുടെ തൊട്ട് പുറകിൽ തന്നെയാണ് വൈറ്റില ഹബ്ബ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് നടക്കാനോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനും ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ട്രാവലിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊരു സിസ്റ്റം കിട്ടുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യാനും നമുക്ക് ടൈം കിട്ടും. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. ഞാനൊക്കെ എന്ത് പൊട്ടത്തരം ചോദിച്ചാലും മിസ് മോഹൻ ചോദിക്കാതെ തന്നെ കാര്യമായിട്ട് എത്ര വേണേലും പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലീവൊക്കെ എടുത്തു എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ദിവസത്തെ പോർഷൻസ് നമുക്ക് ശനിയാഴ്ച നമുക്ക് എത്ര നേരം വേണേലും ഇരുന്നാലും നമുക്കിപ്പോൾ എത്ര വേണേലും പറഞ്ഞു തരികയും ചെയ്യും. ഞങ്ങളുടെ ബാച്ചിൽ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഫ്രഷേഴ്സ് പാർട്ടിയൊക്കെ തന്നു. ഓണത്തിനും ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. ഒരുപാട് ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചെണ്ടമേളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. SAPയും എക്സലും ഒക്കെയാണ് മെയിനായിട്ട് വലിയ വലിയ കമ്പനീസിൽ ഇപ്പോൾ അക്കൗണ്ട്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ SAP എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ സംഭവം എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ SAPയെ കുറിച്ച് കൂടുതൽ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പനി ചെന്നാലും പെട്ടെന്ന് SAP ആണെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. ഇവിടെ വെച്ച് പ്രാക്ടിക്കലി നമ്മൾ SAP കറക്റ്റായിട്ട് നമുക്ക് എല്ലാം അറിയാം. ഇവിടെ FSAയിൽ തന്നെ ഒരു ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഓരോ ഫയലിംഗ് ആണ് നമുക്ക് പ്രോജക്റ്റ് ആയിട്ട് തരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരുന്ന സമയത്ത് എനിക്കൊരു അക്കൗണ്ടന്റ് ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു. എന്താണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ ഒരു